എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമായിരിക്കും മുഖക്കുരു വന്നതിൻ്റെ പാടുകൾ. അത് മായാതെ തന്നെ അങ്ങനെ കിടക്കും അല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് ബ്യൂട്ടി ടിപ്സുകൾ പറഞ്ഞു തരാം. അതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. മിക്കവരെയും അലട്ടുന്ന പ്രധാന ചർമ്മ പ്രശ്നമാണ് മുഖക്കുരു. എന്നാൽ പലപ്പോഴും മുഖക്കുരു മാറിയാലും അതിൻ്റെ കറുത്ത പാടുകൾ അങ്ങനെ നിൽക്കും അല്ലേ? അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയുള്ള ഞാനും ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. മുഖക്കുരുവിനേക്കാളും ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായി വരുന്ന കറുത്ത പാടുകളാണ് അല്ലേ? ചിലരിൽ അത് അമിതമായി കാണാം. കൃത്യമായ പരിചരണത്തിലൂടെ അത്തരം പാടുകൾ അകറ്റുവാൻ സാധിക്കും. അതിനായി എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ സ്വീകരിക്കുന്നതിന് മുമ്പായി പ്രകൃതിദത്ത വഴികൾ ആദ്യം നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. വീട്ടിൽ തന്നെ സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന പല ചേരുവകളും ചർമ്മ സംരക്ഷണത്തിന് ഉചിതമാണ്. ചർമ്മം അമിതമായി വരണ്ടു പോകാതെ തിളക്കം നിലനിർത്തിക്കൊണ്ട് തന്നെ അത് സാധ്യമാക്കാൻ ഉപയോഗിക്കേണ്ട ചില വസ്തുതകളാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യത്തേതാണ് കറ്റാർവാഴ. കറ്റാർവാഴയിൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ കറ്റാർവാഴയ്ക്കുണ്ട്. അതിനാൽ മുഖക്കുരുവിനൊപ്പം അതിൻ്റെ പാടുകൾ കുറയ്ക്കാനും ഇത് പ്രയോജനപ്പെടും. രാത്രി കിടക്കുന്നതിന് മുമ്പ് കറ്റാർവാഴയുടെ ജെൽ ചർമ്മത്തിൽ പുരട്ടി നോക്കൂ. രാവിലെ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. അതുപോലെ തന്നെ അരിപ്പൊടിയും മഞ്ഞളും 2 ടീസ്പൂൺ തൈരും 1 ടീസ്പൂൺ അരിപ്പൊടിയും മിശ്രിതമാക്കി ശേഷം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് തേനും ചേർക്കുക. ഈ മിശ്രിതം മുഖത്തും കഴുത്തിലും പുരട്ടുക. 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. അടുത്തതാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ മുഖക്കുരു ഉണ്ടാകുന്ന ബാക്ടീരിയകളെ ചെറുക്കാൻ സഹായിക്കുന്നു. ഇത് വീക്കം കുറയ്ക്കാനും സെബം ഉൽപ്പാദനം ചെയ്യാനും സഹായിക്കുന്നു. 1 കപ്പ് ഗ്രീൻ ടീയിൽ ഒരു പഞ്ഞി മുക്കി വയ്ക്കാം. അതുപയോഗിച്ച് മുഖത്ത് പുരട്ടാം. 15 മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകിക്കളയാം. അടുത്തത് പഴവും തേനുമാണ്. ഒരു പഴം ഉടച്ചെടുത്തതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേൻ ചേർത്തിളക്കി യോജിപ്പിക്കുക. ശേഷം ഈ മിശ്രിതം മുഖത്ത് പുരട്ടി 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. അതുപോലെ തന്നെ കടലമാവും തൈരും കൂടി ചേർക്കുക. 2 ടീസ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ കടലമാവും 1 സ്പൂൺ തേനും ചേർത്ത് മിശ്രിതമാക്കുക. ശേഷം ഈ മിശ്രിതം മുഖത്ത് പുരട്ടാം. 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. മുഖത്തെ കറുത്ത പാടുകളെ അകറ്റാൻ ഈ പാക്ക് ഏറ്റവും നല്ലതാണ്. അടുത്തതാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു സാധനമാണ് പപ്പായ. 4 സ്പൂൺ പപ്പായ ഉടച്ചെടുത്തതിലേക്ക് 2-3 തുള്ളി നാരങ്ങാ നീര് ചേർത്തിളക്കി യോജിപ്പിക്കുക. ഈ മിശ്രിതം മുഖത്ത് പുരട്ടുക. 30 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. ആഴ്ചയിൽ 2-3 തവണ ഇത് പ്രയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.